എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്തൊരു ചിക്കൻ കറിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/2 കിലോ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, അതിനുശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എങ്കിൽ 1/4 ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡർ ചേർത്ത് 1/2 മുതൽ 3 മണിക്കൂർ വരെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ ജസ്റ്റ് 5 മുതൽ 6 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയിട്ട് ഏലം, തക്കോലം, ഗ്രാമ്പൂ, പട്ട എന്നിവ ആഡ് ചെയ്തിട്ട് 3 മീഡിയം സൈസ് സവാള ചേർക്കാം. ഇനി വേണ്ടിയത് 15 കൊച്ചുള്ളി, 15 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 1 പച്ചമുളക്. ഇത്രയും നമുക്കൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം, ചതച്ചെടുക്കാം. ഞാൻ വെളുത്തുള്ളി വളരെ ചെറിയതായതുകൊണ്ടാണ് 15 എടുത്തിരിക്കുന്നത്. ഇങ്ങനെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇത് നമുക്ക് സവാളയിലേക്ക്, ആ 3 മീഡിയം സൈസ് സവാളയിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചതച്ച മസാലയും വെളിച്ചെണ്ണയും കറിക്ക് നൽകുന്നത്. ഇനി നമുക്ക് മല്ലിച്ചീര അല്ലെങ്കിൽ കറിവേപ്പില യൂസ് ചെയ്യാം. ഇനി വേണ്ടിയത് തക്കാളിയാണ്. ചെറിയ 2 തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്ത്, ഇല്ലെങ്കിൽ 1 എടുത്താൽ മതി. അത് തക്കാളി ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ചെറിയ കഷണങ്ങളായി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, സവാള നല്ലോണം വഴറ്റിയതിന് ശേഷം മാത്രമേ തക്കാളി ആഡ് ചെയ്യാവുള്ളൂ. ഇതും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റാം. പൊട്ടാറ്റോ ഇഷ്ടമാണെങ്കിൽ 1 പൊട്ടാറ്റോയും കൂടെ ആഡ് ചെയ്തോളൂ. ഇതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായത് മസാലകൾ: 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സാധാ ചില്ലി പൗഡർ ആണെങ്കിൽ 3/4 ടീസ്പൂൺ മതി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലപ്പൊടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുന്നതിൽ വളരെ ടേസ്റ്റാണ് ഈ കറിക്ക് കിട്ടുന്നത്. ഞാൻ ഇടയ്ക്ക് വെള്ളമാണ് കുടഞ്ഞത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ട് വരും നല്ല രീതിയിൽ വഴറ്റി കഴിഞ്ഞാൽ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി കഴിഞ്ഞ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ്. ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതിന് കുക്ക് ചെയ്യാനുണ്ട് നമുക്ക്. അതും കൂടെ ആഡ് ചെയ്ത് മസാലയിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് ചിക്കൻ മസാല. അല്ലെങ്കിൽ ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഗരം മസാല 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഞാൻ അതിനിടയ്ക്ക് 1 പിടി തേങ്ങയിൽ അര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ചൂടോടുകൂടി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം.